ഞാൻ പറയാം. ഏട്ടത്തി, ഇവിടുള്ള എല്ലാ സ്വത്തും എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇതില് നിങ്ങളാരും അവകാശം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അമ്മയ്ക്കത് വല്ലാത്ത വിഷമമായിപ്പോയി. എന്താ പുഷ്പലത ഇത്? എല്ലാരും ഒറ്റക്കെട്ടായിട്ട് കള്ളം പറയാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നോക്ക് ചിത്രേ, സമ്മതിച്ചു, ഇവിടെയുള്ളവരെല്ലാം കള്ളം പറയുന്നവരാണ്. നീ മാത്രമേ സത്യം പറയുന്നുള്ളൂ. എന്താ മതിയോ? ഇപ്പൊ നിനക്ക് ചിറ്റയോട് മാപ്പ് ചോദിക്കാൻ പറ്റൂല്ലയോ? അത് പറ. ഞാൻ ചോദിക്കാം മുരളിയേട്ടാ. ക്ഷമ ചോദിക്കുന്നതില് എനിക്ക് യാതൊരു മടിയില്ല. ഈ കുഞ്ഞു പിറക്കുന്നതോടുകൂടി അതിന്റെ ഐശ്വര്യം ഈ വീട്ടിലും ഉണ്ടാവും മോളെ. മോളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ വിചാരിച്ച നീ നിന്റെ കുഞ്ഞിനെ കാണാൻ ഇടവരില്ല മോളെ. മുരളി നിന്റെ കുഞ്ഞിനെ കാണാൻ വരില്ല. ഞാനും ഈ മംഗളകരമായ അരി നിങ്ങളുടെ വായ്ക്കരിയായി മാറ്റാൻ പോവാണ് നീലാംബരി. മുരളിയേട്ടാ, വളയിടുന്ന കാര്യം മറന്നു. മുരളിയേട്ടാ, കുഞ്ഞ് ജനിക്കട്ടെ. ഈ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ചെയ്തതോ? എന്തൊന്ന്? പിന്നല്ലാതെ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വളകളുടെ ശബ്ദം കേട്ട് സന്തോഷിക്കാൻ വേണ്ടിയാ ഈ വളകളൊക്കെ ഇടുന്നേ. കൈ നിറച്ച ഇടണ്ടേ, അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല. ശരി, സാരമില്ല, ഞാൻ ചിത്ര ചേച്ചിക്ക് കൈ നിറച്ചിട്ടോളാം. നീലാംബരിയമ്മേ, ഇത് ആദ്യത്തെ പ്രസവമല്ലേ? അമ്മ വീട്ടിലാവുന്നതാണ് മുറ. ചിത്രയുടെ ചടങ്ങുകളൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ അവളെ.
അവൻ അങ്ങനെയാ. ഈ നിമിഷം തന്നെ ഞാൻ അവനോട് എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കൊന്നിട്ട് നീ പോയതും അവള് ചത്തുപോയി മുരളിയെന്ന് പറഞ്ഞ ഒരക്ഷരം മിണ്ടാതെ അവൻ നിൽക്കും. പ്രിയപ്പെട്ട മുരളിയേട്ടൻ അറിയുന്നതിനായി ഏട്ടനെ ജീവനോട് സ്നേഹിക്കുന്ന ചിത്ര എഴുതുന്നത് ഇങ്ങനൊരു കത്ത് എഴുതാനുള്ള അവകാശം പോലും എനിക്കുണ്ടോന്ന് അറിയില്ല മുരളിയേട്ട. നിങ്ങളുടെ മനസ്സിൽ ആ അവകാശം പോലും എനിക്ക് നഷ്ടപ്പെട്ടതായിട്ട് തോന്നി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പ്രണയിച്ച നാളുകൾ ഇപ്പോഴാലോചിച്ചാലും അതിനൊരു സുഖമുണ്ട്. അപ്പം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നില്ല, വെവ്വേറെ സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുമെന്നുള്ള കൊതിയുണ്ടായിരുന്നു. പിരിഞ്ഞിരിക്കാൻ നമ്മളെ കൊണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മൾ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നിട്ട് പോലും മാനസികമായി ഒത്തിരി അകന്നു പോയി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി, അവളവിടെ റൂമിൽ കരഞ്ഞോണ്ടിരുന്ന എന്തോ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതട്ടെ. അത് വെച്ച് ഞാൻ അവളുടെ തലയിലെഴുത്തെഴുതും. ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ പേറിക്കൊണ്ടാണ് ആദ്യമായി ഞാൻ ഈ വീട്ടിലേക്ക് കാലടിയെടുത്ത് വെച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. മുരളിയേട്ടൻ എന്നോട് എത്രമാത്രം സ്നേഹമായിരുന്നു. നിങ്ങളുടെ ചിറ്റയെക്കുറിച്ചും ഞാൻ തെറ്റായി ഒന്നും ധരിച്ചിരുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി തുടങ്ങി. പക്ഷെ അതെന്താണെന്നുള്ളത് വളരെ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. പണം മോഷ്ടിക്കുന്നതും മുരളിയേട്ടനെ കളിപ്പിക്കുന്നതും ഈ വീട്ടിൽ സർവ്വസാധാരണയാണ്. സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഈ വീട്ടിൽ പിന്നീട് എനിക്ക് നരകമായിരുന്നു. കാശിനും സ്വത്തിനും വേണ്ടി ഇവിടെ എല്ലാവരും മുരളിയേട്ടന് മുൻപിൽ അഭിനയിക്കുക. എല്ലാവർക്കും ഓരോ മുഖംമൂടികളുണ്ട്. ഇവരുടെ എല്ലാം നേതാവായി കരുക്കൾ നീക്കുന്നത് നിങ്ങളുടെ ചിറ്റയാണ് മുരളിയേട്ട. ഞാൻ ഈ വീട്ടിൽ കയറി വന്നതും നിങ്ങളുടെ അച്ഛൻ എന്നോട് ഇതിനെക്കുറിച്ച് ചില സൂചനകളൊക്കെ തന്നിരുന്നു. രാപ്പകലില്ലാതെ മുരളിയേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ നിന്നും 90% നിങ്ങളുടെ ചിറ്റയെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ പണം കൊണ്ട് അവരുടെ വയറ്റിൽ ജനിച്ച കുട്ടികളുടെ പേരിൽ സ്വത്തുകൾ വാങ്ങിക്കൂട്ടുന്നു. ബാക്കിയുള്ള കാശ് അവരുടെയൊക്കെ പേരിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതും പോരാഞ്ഞിട്ട് പ്ലെയിൻ എഗ്രിമെന്റ് പേപ്പറുകളിൽ നിങ്ങളുടെ അടുത്ത് സൈൻ മേടിച്ച് അവരുടെ ഇഷ്ടത്തിനെല്ലാം എഴുതി ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്നത് വരെ എനിക്കും നിങ്ങളുടെ ചിറ്റയെ അത്രയേറെ വിശ്വാസമായിരുന്നു. അന്നൊരിക്കൽ മഹേഷ് എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ചിറ്റ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു എഗ്രിമെന്റ് പേപ്പറിൽ സൈൻ ചോദിച്ചിരുന്നു. ആ എഗ്രിമെന്റ് പേപ്പറിൽ മുരളിയേട്ടൻ നേരത്തെ സൈൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഞാനും സൈൻ ചെയ്ത വയറോടെ നെഞ്ചിലെ നീറ്റലോടെയാണ് ഞാൻ പുറത്തേക്ക് പോന്നെ. എന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും നിങ്ങൾ വില പറയേണ്ടി വരും. എന്റെ വേദന നിങ്ങളെ ആരെയും ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. തകർക്കണം, അവളെ വേരോടെ തകർക്കണം. കൊല്ലാൻ പ്രയാസമൊന്നുമില്ല, പക്ഷെ അവിടെ വയറ്റി കിടക്കുന്ന കുഞ്ഞ്. ആ കുഞ്ഞ് ജനിച്ചു വീണ അനാഥയായിട്ട് കഷ്ടപ്പെടേണ്ടി വരില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല.